വെൽക്കം. ഇന്ന് ആണ് കല്യാണ സുദിനം. യമനിലും അയൽ രാജ്യങ്ങളിലും ഉത്സവത്തിൻ്റെ പ്രതീതി ഉണർത്തിക്കൊണ്ടാണ് ആ മംഗല്യസുദിനം വന്നണഞ്ഞത്. യമനിലെ രാജകുമാരിയാണ് നവമധു. രാജാവിൻ്റെ ഒരേ ഒരു മകളുടെ വിവാഹം. വരൻ ആരാണെന്നറിയണ്ടേ? കുമാരി തന്നെ കണ്ടെത്തിയ ഒരു ഭർത്താവാണ്. അതിബുദ്ധിമതിയായ മകളുടെ ഒരാവശ്യങ്ങൾക്കും എതിര് നിൽക്കാത്ത പിതാവ് മകളുടെ ഈ ആവശ്യവും അംഗീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തിനറിയാം, മകൾ വെറുതെയൊന്നും ആരെയും സെലക്ട് ചെയ്യില്ല. എങ്ങനെയാണ് കുമാരി കണ്ടെത്തിയതെന്നറിയണ്ടേ? ഇത് സംഭവിച്ച ഒരു കഥയാണ്. യമനിലെ ഒരു കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു നിസ്കാരപ്പള്ളി. നിസ്കാരം കഴിഞ്ഞ് ഇമാമും മുഅദ്ദിനും കൂടി പള്ളി വരാന്തയിലിരുന്ന് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഒരാൾ കടന്നു വന്നു. പൂർണ്ണ ചന്ദ്രനെ പോലെ തേജസ്സാർന്ന മുഖവും ആരെയും ആകർഷിക്കുന്ന കണ്ണുകളും സൗന്ദര്യവും എല്ലാം കൊണ്ടും എല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ കണ്ടിട്ടില്ലാത്ത ഇമാമും മുഅദ്ദിനും കൂടി അന്തം വിട്ട് ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് പോയി. വളരെ ആദരവോടുകൂടി ആഗതനെ സ്വീകരിച്ചിരുത്തി. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് വരുന്നത്? അങ്ങനെ ഒരുപാട് 100 കൂട്ടം ചോദ്യങ്ങൾ അവർ ആഗതനോട് ചോദിച്ചു കൊണ്ടേയിരുന്നു. ഇമാമിൻ്റെയും മുഅദ്ദിൻ്റെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ അല്പസമയം മിണ്ടാതിരുന്നതിന് ശേഷം വളരെ ശാന്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ അകലെ നിന്നും വരുന്നവനാണ്. വേദഗ്രന്ഥങ്ങളും ചികിത്സാ മുറകളും കുറച്ചൊക്കെ എനിക്കറിയാം. നിങ്ങൾ എന്നെ ഹക്കീം എന്ന് വിളിച്ചോളൂ. ഹക്കീം എന്നാൽ ചികിത്സ ചെയ്യുന്ന ആൾ എന്നർത്ഥം. ഹക്കീമിൻ്റെ ഭവ്യതയോടെയുള്ള പെരുമാറ്റവും സൗമ്യമായ സംഭാഷണവും അവരെ ആകൃഷ്ടരാക്കി. ഈ അതിഥി ഒരു സാധാരണക്കാരനല്ലെന്ന് അവർക്ക് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഞങ്ങളുടെ ഗ്രാമക്കാരെ ചികിത്സിച്ച് ഞങ്ങളുടെ കൂടെ ഇവിടെ ഈ പള്ളിയിൽ കഴിയാം. ഹക്കീം ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. സമാധാനത്തോടെ എവിടെയെങ്കിലും ഒന്ന് കഴിയണം. അങ്ങനെ അദ്ദേഹം അവരുടെ ക്ഷണം സ്വീകരിച്ചു പള്ളിയിൽ താമസിച്ചു നാട്ടുകാരെ സേവിക്കാൻ തുടങ്ങി. ചികിത്സിച്ചിട്ടും മാറാത്ത ഏത് രോഗവും ഈ ഒരു ഡോക്ടർ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റിയിരുന്നു. അദ്ദേഹം വെള്ളത്തിൽ ജപിച്ചു കൊടുത്താലും എല്ലാം ഔഷധം തന്നെയായിരുന്നു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ആ മഹാന്റെ പ്രശസ്തി ഗ്രാമങ്ങളും പട്ടണങ്ങളും കടന്ന് രാജ്യമെമ്പാടും പരന്നു. അടുത്ത രാജ്യത്തേക്ക് വരെ ഈ മഹാന്റെ പ്രശസ്തി വ്യാപിച്ചു. ഈ മഹാൻ വന്നതിന് ശേഷം ഈ അറിയപ്പെടാതിരുന്ന നിസ്കാരപ്പള്ളിയും ആ ഗ്രാമവും ലോകപ്രശസ്തമായി. രാജ്യമൊട്ടുക്കും രോഗശാന്തി നൽകിക്കൊണ്ട് ഹക്കീം എന്ന മഹാൻ പ്രസിദ്ധനായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ രാജകുമാരിക്ക് അതികലുഷമായ വയറുവേദന തുടങ്ങിയത്. എത്ര ചികിത്സിച്ചിട്ടും ആ രാജ്യത്തെ വൈദ്യന്മാരും ഡോക്ടർമാരും മൊത്തം ചികിത്സിച്ചിട്ടും ഒരുപാട് പണം ചെലവാക്കിയിട്ടും ആ രാജകുമാരിയുടെ രോഗത്തിന് ശാന്തി കിട്ടിയില്ല. രാജാവ് ആകെ നിരാശയിലായിരുന്നു. താൻ തീറ്റിപ്പോറ്റിയ ഡോക്ടർമാരും വൈദ്യന്മാരുമെല്ലാം തൻ്റെ മകളെ കൈയൊയ്യുന്നു. മാത്രവുമല്ല, ചികിത്സിക്കുന്നതിനനുസരിച്ച് രോഗം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ അനന്തരാവകാശിയായിട്ടുള്ള ഒരേ ഒരു മകളാണിത്. രാജാവിനെ അഭിമുഖീകരിക്കാൻ പോലും മന്ത്രിപ്രമുഖരും മറ്റുള്ളവരും ഭയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി രാജാവിൻ്റെ തിരുസന്നിധിയിലെത്തി ഇപ്രകാരം പറഞ്ഞു, മഹാരാജാവേ, എന്നോട് ക്ഷമിച്ചാലും അസുഖമെല്ലാം സുഖപ്പെടുത്തുന്ന ഒരു വൈദ്യൻ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ചികിത്സിപ്പിച്ചാൽ തീർച്ചയായും കുമാരിയുടെ രോഗം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് രാജാവേ. ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന രാജാവിന് ഇത് കേട്ടപ്പോൾ ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയ പോലെ അദ്ദേഹം പെട്ടെന്ന് ആ വൈദ്യനെ വിളിച്ചു കൊണ്ടുവരാൻ ഉത്തരവിട്ടു. രാജഭടന്മാരെ കണ്ട് ആ മഹാൻ ഞെട്ടി. പടച്ചോനെ, ഇനി ഞാൻ എന്തെല്ലാം സഹിക്കേണ്ടി വരും. ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളിലൊളിപ്പിച്ചു വെച്ച ആ യുവാവ് ആകെ എന്തു ചെയ്യണമെന്നറിയാതെ മേയിച്ചു നിന്നു. കാരണം രാജാവിനെ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ഇവിടെ താമസിക്കാനും പറ്റില്ല. അദ്ദേഹം എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ പോവാൻ തയ്യാറായി. ആ വൈദ്യനെ സൂക്ഷ്മമായി ആരെങ്കിലും നിരീക്ഷിച്ചാൽ അയാൾക്ക് കുറേ വിഷമങ്ങളും രഹസ്യങ്ങളും ഉണ്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നു. രാജകീയമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. സ്വീകരണങ്ങൾക്കും പരിചയപ്പെടലിനും ശേഷം രോഗിയായ രാജകുമാരിയെ ഒരു വിരിക്കപ്പുറത്തെ കൊണ്ടുവന്നിരുത്തി. രാജകുമാരിയോട് അദ്ദേഹം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പിന്നീട് അദ്ദേഹം ഫാത്തിഹ സൂറത്ത് ഊതിയ വെള്ളം രാജകുമാരിക്ക് കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു,
ഇനി ഞാൻ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കുമാരിയുടെ രോഗം ഇൻഷാ അല്ലാഹ് സുഖമാവുമെന്ന് പറഞ്ഞു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം 1 വർഷത്തോളം ചികിത്സിച്ചിട്ടും സുഖമാവാതിരുന്ന ലോകവൈദ്യന്മാരെല്ലാം പ്രയത്നിച്ചിട്ടും നിഷ്ഫലമായ ഈ അസുഖം ആ വൈദ്യൻ്റെ ആ വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞില്ലാതെയായി. എല്ലാവർക്കും അദ്ദേഹം ഒരു ദിവ്യ പുരുഷനാണെന്ന് ഏതാണ്ടെല്ലാം ഉറപ്പായിരുന്നു. അൽഹംദുലില്ലാഹ്, ദൈവത്തിൻ്റെ സ്തുതി. രാജാവ് ദൈവത്തോട് കൈകൂപ്പി. എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് കഴിയുന്ന ആ ഒരു മഹാനെ എന്തായാലും ദൈവം കൈവിടില്ലല്ലോ. രാജാവ് ഹക്കീമിന് ഒരുപാട് പാരിതോഷികൾ നൽകി. പക്ഷേ ഒന്നും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നോട് കാണിച്ച ഈ ഔദാര്യത്തിന് അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് ഞാൻ. സ്വർണ്ണ നാണയങ്ങളും ദുനിയാവിലെ സുഖാഡംബരങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് താമസിക്കാൻ ഒരു കൊച്ചു വീട് തന്നാൽ മതി. ഹക്കീമിൻ്റെ വാക്കുകേട്ട രാജാവ് അദ്ദേഹത്തിന് താമസിക്കാൻ അദ്ദേഹത്തിൻ്റെ പഴയ കൊട്ടാരം റെഡിയാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചു. കൂടെ ഭൃത്യന്മാരെ നിർത്തിക്കൊടുത്തു. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ദൈവാരാധനയും പൊതുജന സേവനവും അദ്ദേഹം നടത്തിപ്പോന്നു. കാലങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവിധ രോഗികളെയും അദ്ദേഹം ചികിത്സിച്ചു. രാജാവും രാജ്ഞിയും മകളുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ടായിരുന്നു. ഹക്കീമിനെ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോഴും രാജകുമാരിയുടെ ഹൃദയത്തിൽ നിർവചിക്കാനാവാത്ത ഒരനുഭൂതി മൊട്ടിട്ടുകൊണ്ടിരുന്നു. തൻ്റെ ജീവൻ രക്ഷിച്ച ആ യുവ കോമളനോടൊത്തുള്ള ജീവിതം കുമാരി സ്വപ്നം കാണാൻ തുടങ്ങി. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാ സമയത്തും അവൾ ഹക്കീമിനെ സ്വപ്നം കാണൽ പതിവായി. എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമായി കുമാരിക്ക്. മകളുടെ ഈ ഭാവമാറ്റം രാജ്ഞി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്തായിരിക്കും തൻ്റെ മകൾക്ക് പറ്റിയത്? എപ്പോഴും ചിരിച്ചും കളിച്ചു നിൽക്കുന്ന ഇവളെന്താ ഇപ്പോൾ ഒരു വിഷാദ രോഗിയെപ്പോലെ ഇരിക്കുന്നത്? ഉമ്മ മകളോട് ചോദിച്ചു, പൊന്നു മോളെ, നിനക്കെന്ത് പറ്റി? നീ കുറേ നാളായല്ലോ ഇങ്ങനെ. എന്തുണ്ടെങ്കിലും ഈ ഉമ്മയോട് ഇപ്പോൾ തുറന്നു പറയൂ, അതിനുള്ള പരിഹാരം ഞാൻ ചെയ്തു തരാം. ഉമ്മയുടെ ചോദ്യം കേട്ട് കുമാരി എന്ത് പറയണമെന്നറിയാതെ കുഴുങ്ങി. മടിച്ചാണെങ്കിലും ഒടുവിൽ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിപ്പിച്ചു തരണം. ഇത് കേട്ട് ഉമ്മാക്ക് വലിയ നട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഉമ്മയും കുറേ നാളായി ഇതുതന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. കാരണം ഹക്കീമിനെ കണ്ടാൽ ആർക്കും ഇഷ്ടമാവും. ഒരു രാജകുമാരനാവണമെന്നൊന്നുമില്ല. പക്ഷേ ഹക്കീമിന് തൻ്റെ മകളോട് അങ്ങനെ ഒരു വിചാരമുള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രാജാവിനോട് പറയാം, ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാവുമോ എന്തോ. പതിവ് പോലെ പള്ളിയുറക്കത്തിന് അന്തപുരത്തിലെത്തിയ മഹാരാജാവിനോട് രാജ്ഞി അക്കാര്യം അവതരിപ്പിച്ചു. മഹാരാജാവേ, നമ്മുടെ മോൾക്ക് കല്യാണപ്രായമായി. അങ്ങ് എന്താണ് അതേക്കുറിച്ചൊന്നും പറയാത്തത്? അപ്പോൾ രാജാവ് പറഞ്ഞു, അതെല്ലാം എനിക്കറിയാം. അനുയോജ്യമായ ഒരു വരനെ കണ്ടെത്തട്ടെ. നമുക്കൊന്നേ അല്ലേ ഉള്ളൂ മകൾ. എന്നിട്ട് നമുക്ക് കല്യാണം കഴിപ്പിക്കാം. പ്രഭോ, നമ്മുടെ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആ ഹക്കീം ഡോക്ടറില്ലേ, അദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ മകളെ വിവാഹം കഴിപ്പിച്ചാലെന്താ അങ്ങയുടെ അഭിപ്രായം? രാജ്ഞി, ഒറ്റ നോട്ടത്തിൽ അയാൾ യോഗ്യനും മാന്യനും ഒക്കെ തന്നെയാണ്. പക്ഷേ തറവാടും കുലവും ഒന്നും അറിയാത്ത അയാൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരേ ഒരു കുമാരിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക? രാജാവേ, അദ്ദേഹത്തെ കണ്ടാൽ രാജകുടുംബത്തിൽ പിറന്നതല്ലെന്ന് ആരും പറയില്ല. മാത്രമല്ല, ഈ ലോകത്തിൽ വച്ച് അദ്ദേഹത്തോടും സൗന്ദര്യമുള്ള ആരുമില്ല. മാത്രവുമല്ല, നമ്മുടെ പുത്രിക്ക് അദ്ദേഹത്തെ ജീവനാണ്. മകളുടെ ഇംഗിതത്തിന് എതിര് നിൽക്കാത്ത ആ പിതാവ് ഒടുവിൽ സമ്മതം മൂളി. ഇനി നമുക്ക് ഹക്കീമിനോട് ചോദിക്കണം, അദ്ദേഹത്തിനും ഇഷ്ടമാണോ എന്നറിയില്ല. പിറ്റേന്ന് രാജ്യസഭ കൂടിയപ്പോൾ ചക്രവർത്തി ഈ കാര്യം തൻ്റെ സഭയിൽ അവതരിപ്പിച്ചു. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല എന്ന് സഭ ഒന്നടക്കം പറഞ്ഞു. കാരണം ഹക്കീമിനോട് ആർക്കും ഒരു എതിരുമില്ലായിരുന്നു. അങ്ങനെയാണ് ആ വിവാഹം നടന്നത്. ബാക്കി ഭാഗം നാളെ കേൾക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.